PostgreSQL Programming Lab. Dear students, today we will discuss about the program. Create a table exam result having attributes roll number, AVG score and grade. Insert 5 records. Assign null value to the field grade. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ആ ടേബിളിന്റെ പേര് കൊടുത്തുള്ളത് എക്സാം റിസൾട്ട്. ആ ടേബിളിൽ റോൾ നമ്പർ, AVG സ്കോർ, ഗ്രേഡ് ഈ 3 ആട്രിബ്യൂട്ടുകൾ വേണം. ശേഷം 10 വാല്യൂസ് 10 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറയുന്നത്. ഇൻസേർട്ട് ഇൻടു കീവേഡ് വെച്ച് ഇൻസേർട്ട് ചെയ്യാം. അതിൽ ഈ ഗ്രേഡിന്റെ കോളം ഇത് ബ്ലാങ്ക് ആക്കില്ല, നള്ളാക്കി സെറ്റ് ചെയ്ത ഗ്രേഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ. റോൾ നമ്പറും ആവറേജ് സ്കോറും മാത്രം എൻ്റർ ചെയ്യുക, ഗ്രേഡ് ബ്ലാങ്ക് ആക്കില്ല. ഇനി ഗ്രേഡ് നമുക്ക് രണ്ടാമത് എൻ്റർ ചെയ്യണം. അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. Write a procedure block to update the grade field by using following condition. ഈ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് ഗ്രേഡിന്റെ ഭാഗം അപ്ഡേറ്റ് ചെയ്യണം. സോ അപ്ഡേറ്റ് ക്വറി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 90 to 100 A ഗ്രേഡ്, 75 to 89 B, 60 to 74 C, 50 to 59 D and below 50 E ഗ്രേഡ്. ഇങ്ങനെയുള്ള ഗ്രേഡ് നമുക്ക് ഇവിടെ ഗ്രേഡ് എന്ന് പറഞ്ഞ കോളത്തിൽ അസൈൻ ചെയ്യണം. ഫസ്റ്റ് നള്ളായിരിക്കും, അത് ഓരോന്നും അപ്ഡേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാം. It's a procedural language using PostgreSQL. അല്ലെ, മുമ്പൊക്കെ PLSQL വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ SQL Oracle ഒന്നും യൂസ് ചെയ്യുന്നില്ല, PostgreSQL ആണ് സിലബസ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, PostgreSQL ഉപയോഗിച്ചിട്ട് അതിന്റെ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. നോക്കാം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഏതായിരുന്നു പ്രോഗ്രാമിന്റെ ഇന്റർഫേസ്? SQL ഷെൽ അല്ലെ, ഹോസ്റ്റ് ഡിഫോൾട്ട്, ലോക്കൽ ഹോസ്റ്റ്, Postgres7 ഡാറ്റാബേസ്, പോർട്ട്, ദെൻ Postgres യൂസർ നെയിമിൽ പാസ്വേഡ് എൻ്റർ ചെയ്തു. ക്ലിയർ, കണക്ഷൻ ഓക്കെ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റിലൊക്കെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ രണ്ടാമത് വീണ്ടും നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഒഴിവാക്കേണ്ട ആദ്യം നമ്മൾ ഒരു എഡിറ്റർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എഡിറ്റർ എന്ന് പറഞ്ഞാൽ Notepad++ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ എഡിറ്റ് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ കോഡ് ഇവിടുന്ന് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് ഇവിടെ കൊടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ റിസൾട്ട്. ഞാനിവിടെ റിസൾട്ട് എന്ന ടേബിൾ നെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിസൾട്ട്, റോൾ നമ്പർ, ഇന്റിജർ പ്രൈമറി കീ, ആവറേജ് സ്കോർ, AVG സ്കോർ, ഫ്ലോട്ട്. ആവറേജ് ആണ്, അപ്പൊ ഫ്ലോട്ട് പോയിന്റ് വരാം. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് കൊടുത്ത് തന്നെ ഫ്ലോട്ട് കൊടുത്തത്. ഗ്രേഡ് വാർക്കാർ. ദെൻ അത് എക്സിക്യൂട്ട് ചെയ്തു, ക്രിയേറ്റ് ടേബിൾ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി ടേബിളിന്റെ ഡാറ്റ ഇൻസെർട്ട് ചെയ്യണ്ടേ. സോ ഇൻസെർട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഇൻസെർട്ട് ഇൻടു കണ്ടോ, കുറി കോപ്പി ചെയ്തിട്ടുണ്ട്. ആ കോപ്പി അവിടെ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. കണ്ടോ, 1 ഇൻസെർട്ട് 1 ഒരു ഡാറ്റ ഇൻസെർട്ട് ആയി. സെക്കൻഡ് ഡാറ്റ നമുക്ക് നേരെപോലെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. കോപ്പി പേസ്റ്റ് ചെയ്തു. ക്ലിയർ. നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കോപ്പി ചെയ്യട്ടോ. അതായത് ഇതുപോലെ വാല്യൂസ് എല്ലാം ഒരുമിച്ച് കോപ്പി ചെയ്തിട്ട് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. പ്രിന്റ് ചെയ്ത് വെക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം റിസൾട്ട്, സ്പെല്ലിംഗ് നോക്കിയേ, സെലക്ട്. ഓക്കെ അല്ലേ, നള്ളാണ് ഗ്രേഡ്. കണ്ടോ, നമ്മൾ ക്വസ്റ്റിനെ പറഞ്ഞ പോലെ തന്നെ നൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അസൈൻ നൾ വാല്യൂസ്. അപ്പൊ ഗ്രേഡിന്റെ പോർഷൻ നമ്മൾ നള്ളാക്കി സെറ്റ് ചെയ്തു. ഇനി 1 by 1 ആയിട്ട് ഇത് പ്രൊസീജിയർ വർക്ക് ചെയ്യിപ്പിക്കണം. ഇത് നമുക്കൊരു നോർമൽ ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പ്രൊസീജിയർ ഫംഗ്ഷൻ. അതെങ്ങനെ നോക്കാം. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ അപ്പ് റിസൾട്ട്. ഫംഗ്ഷൻ നെയിം ഉണ്ടോ, പ്രൊസീജിയർ നെയിം കൊടുത്താണ് അപ്ഡേറ്റ് റിസൾട്ട്. അതാണ് അപ്പ് റിസൾട്ട് കൊടുത്തത്, നെയിമാണ് അപ്പ് റിസൾട്ട്. റിട്ടേൺസ് വോയിഡ്, നത്തിങ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ജസ്റ്റ് അത് അപ്ഡേറ്റ് ചെയ്യുന്ന കണ്ടന്റ് മാത്രമേ ഉള്ളൂ, റിട്ടേൺ ഒന്നുമില്ല. അപ്പൊ റിട്ടേൺ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ അല്ല, അപ്പൊ റിട്ടേൺ കൊടുത്താൽ മതി. അപ്ഡേറ്റ് വാല്യൂ മാത്രമേ ഉള്ളൂ. സോ വോയിഡ്, നത്തിങ് ടു റിട്ടേൺ. ഇതിന്റെ സ്ട്രക്ചർ നോക്കി നമുക്ക് അറിയാം അല്ലെ. സിംഗിൾ കോട്ട് ഓപ്പൺ ചെയ്തു, ഇവിടെ ലാസ്റ്റ് ക്ലോസ് ചെയ്തു. ലാംഗ്വേജ് PL PGSQL. ദെൻ ഡിക്ലെയർ, ബിഗിൻ, എൻഡ് കഴിഞ്ഞ സെമിക്കോളൻ. ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഇത് എല്ലാ ടേബിളിലും ഇത് പ്രൊസീജിയർ ഇങ്ങനെ എഴുതണം. ക്രിയേറ്റ് റീപ്ലേസ് എന്ന ഫംഗ്ഷൻ നെയിം, റിട്ടേൺ ടൈപ്പ്, ദെൻ അപ്പോൾ നമ്മുടെ സിംഗിൾ കോട്ട്, താഴെ സിംഗിൾ കോട്ട്, ഡിക്ലെയർ, ബിഗിൻ, എൻഡ് കഴിഞ്ഞ സെമിക്കോളൻ. ഇവിടെ ഏതാ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യാം. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ആവശ്യമില്ല ഡിക്ലറേഷൻ, ഇവിടെ ഒന്നുമില്ല. കാരണം നമുക്ക് ഒന്നും ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ഒന്നും ആക്സസ് ചെയ്യുന്നില്ല. കറക്റ്റ് ജസ്റ്റ് ആ ഇൻസെർട്ട് ചെയ്ത കണ്ടന്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് മാത്രം. അപ്പൊ ഇൻസെർട്ട് ചെയ്ത ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനുള്ള കുറെ ചെയ്താ അപ്ഡേറ്റ് റിസൾട്ട്, ദാറ്റ് ഈസ് റിസൾട്ടിന്റെ ടേബിൾ നെയിമാണ്. അപ്ഡേറ്റ് ടേബിൾ നെയിം, സെറ്റ് ഗ്രേഡ് ഈസ് ഈക്വൽ ടു എ ഗ്രേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ആർക്കാണ്, വേർ AVG സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 90 ആൻഡ് AVG സ്കോർ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 100. അല്ല, 90 to 100 അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. 90 മുതൽ 100 വരെ. അതുപോലെ 75 to 89 ആണ്, അത് B ഗ്രേഡ് ആണ്. ഓക്കെ, 75 to 89 B ഗ്രേഡ്. ഇതെല്ലാം നമ്മൾ ഇവിടെ സെറ്റ് കൊടുത്തു, ഓരോ അപ്ഡേഷൻ. ഈ ലാസ്റ്റ് ചെയ്യുന്ന ഏതായിരിക്കും, ആവറേജ് സ്കോർ ലെസ് ദാൻ 50. ഇതാണ് നമ്മൾ റൺ ചെയ്യിപ്പിക്കാൻ പോകുന്ന ഒരു പ്രൊസീജിയർ. അപ്പൊ എന്ത് ചെയ്യാൻ, ഇതിവിടെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം ഇവിടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. കണ്ടോ,
ഇവിടെ എന്തെങ്കിലും ഒരു എറർ വന്നാൽ ഇത് മിസ്റ്റേക്ക് രണ്ടാമത്തെ ടൈപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എഡിറ്റർ യൂസ് ചെയ്യാൻ പറഞ്ഞത്. കണ്ടോ, ഇത് കറക്റ്റ് റൺ ചെയ്ത് തന്നെ ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ക്രിയേറ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഇവിടെ ഒരു റിട്ടേൺസ് ഒരു എസ് കുറഞ്ഞു വരില്ല, റിട്ടേൺ മാത്രമേ ഉള്ളൂ. റിട്ടേൺ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വരില്ല, ഇതുപോലെ എറർ കാണിക്കും. ഇവിടെ ക്രിയേറ്റ് ഫംഗ്ഷൻ എന്ന് കണ്ടാൽ മനസ്സിലാക്കുക ഇത് കറക്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ ഓക്കെയാണ്. ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഔട്ട്പുട്ട് വർക്ക് ചെയ്യിപ്പിക്കണ്ടേ, ഇനി ഉറപ്പിക്കുക ഇത് ചെയ്ത് വെക്കണം. കാരണം ഇത് കണ്ടന്റ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് കിട്ടിയതാണ് വാല്യൂസ്. ഇതുപോലെ ഇതാണ് ടേബിളിലെ കണ്ടന്റ് ഉള്ളത്. നമുക്ക് ഈ ടേബിളിലെ കണ്ടന്റ് എന്ത് വേണം, ഔട്ട്പുട്ട് ഒന്നുകൂടെ പ്രിന്റ് ചെയ്ത് വെക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം റിസൾട്ട്. ഈ ഗ്രേഡിന്റെ വാല്യൂ ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കണം. സെലക്ട് സ്റ്റാർ ഫ്രം റിസൾട്ട് സെമിക്കോളൻ. ഇതാണ് ഇപ്പൊ നമ്മുടെ ടേബിളിലെ കണ്ടന്റ് ഉള്ളത്. എല്ലാ വാല്യൂസും ഉണ്ട്, വാല്യൂസ് എൻ്റർ ചെയ്ത കണ്ടന്റുകൾ ഉണ്ട്, ഇൻസേർട്ട് ചെയ്ത വാല്യൂസ് ഉണ്ട്, എല്ലാ ഗ്രേഡും നള്ളാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ പ്രൊസീജിയർ റൺ ചെയ്ത് വെക്കാം. എങ്ങനെ റൺ ചെയ്യാം, സെലക്ട് ഫംഗ്ഷൻ നെയിം. എന്താണ് ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പ് റിസൾട്ട് അല്ലെ, അപ്പ് റിസൾട്ട് സെമിക്കോളൻ. ഓക്കെ, എക്സിക്യൂട്ട് ആയി. കണ്ടോ, അപ്പ് റിസൾട്ട് 1 റോ, അതോടെ എക്സിക്യൂട്ട് ആയി അർത്ഥം. അപ്പൊ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവും, ഈ ഒരു കണ്ടന്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. നോക്കാം, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. എങ്ങനെ, സെലക്ട് സ്റ്റാർ ഫ്രം റിസൾട്ട്. കണ്ടോ, 98 ആയപ്പോ എ കിട്ടി, 94 എ. കണ്ടോ, എല്ലാം ഇത് ബി ആണ്, ഇവിടെ ഡി. കണ്ടോ, 50 ഡി ആണ് കിട്ടിയിട്ടുള്ളത്. 50 ബിലോ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രേഡ്. എല്ലാ ഡാറ്റ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു വാല്യൂ ഇതിൽ ഇൻസെർട്ട് ചെയ്ത് നോക്കാം. ഇൻസെർട്ട് ഇൻ ടു റിസൾട്ട് വാല്യൂസ് 200 എന്നുള്ള റോൾ നമ്പർ ആണ്. AVG സ്കോർ എന്ന് പറഞ്ഞാൽ 75.4. ഇതിന് ഗ്രേഡ് ഇന്നാള് അല്ലെ. ഇനി നമുക്ക് ഫസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം, എന്താണ് ഔട്ട്പുട്ട് വരിക നോക്കാം. ഇൻസെർട്ട് ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഹലോ, ലാസ്റ്റ് വാല്യൂ 200 നള്ളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ട്രിഗർ നമുക്ക് ഒന്നുകൂടെ ഈ ഒരു നേരത്തെ ചെയ്തുള്ള ആ ഒരു പ്രൊസീജിയർ നമുക്ക് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, സെലക്ട് അപ്പ് റിസൾട്ട് ബ്രാക്കറ്റ് സെമിക്കോളൻ. അല്ല, എക്സിക്യൂട്ട് ആയി അല്ലെ. ഇനി നമുക്ക് ഇതേ പ്രോഗ്രാംസിനെ ഒന്നുകൂടെ ആ ഒരു ടേബിൾ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ലാസ്റ്റ് 200 കൊടുത്തിട്ടുണ്ടല്ലേ, 200 ഈ ഒരു വാല്യൂ ഇതാണോ, 75 ബി ഗ്രേഡ്. മാർക്ക് 75.4 ആയിരുന്നു, ഇത് ബി ഗ്രേഡ് ആണ്. അപ്ഡേറ്റ് ആയി. ഇങ്ങനെ ഓരോ സമയത്ത് എൻ്റർ ചെയ്ത് ഡാറ്റ അപ്ഡേറ്റ് ആയി വരും. ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.